പ്രിയമുള്ള SSLC കുട്ടികളെ, നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നല്ല വിജയത്തിലേക്ക്, ഉയർന്ന വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. We will discussing about today the first unit of English. ഇംഗ്ലീഷിലെ ആദ്യ യൂണിറ്റിൻ്റെ ആദ്യ ചാപ്റ്ററിലെ ചെറിയ ഒരു ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ദ ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ, അല്ലേ? പച്ചപ്പിൻ്റെ നേർക്കാഴ്ചകൾ എന്ന് പറയുന്ന, അല്ലെ പച്ചപ്പിൻ്റെ മിന്നൊളി എന്ന് പറയുന്ന മനോഹരമായ ഒരു പാഠഭാഗം. ഇതൊരു യൂണിറ്റായിട്ട് ഇതിൽ 3 പാർട്ടുകളാണുള്ളത്. 2 പ്രോസും ഒരു പോയമാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പ്രോസിലെ ഒരു ചെറിയ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഗ്രീൻ എന്ന് പറയുമ്പോൾ പച്ചപ്പ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാഠത്തിൻ്റെ തീമായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതാണ്, കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് നാച്ചർ എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പ്രകൃതിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ പാഠഭാഗത്തിൻ്റെ തീമായിട്ട് വരാൻ സാധ്യതയുള്ളത്. മാത്രവുമല്ല, ഇതിൽ നമ്മുടെ ഓതറായിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഓതറായിട്ടുള്ള റസ്കിൻ ബോണ്ട് തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളെയാണ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചൈൽഡ്ഹുഡ് മെമ്മറിയും ഇതിൽ വരുന്നുണ്ട്. സബായിട്ട് നമുക്ക് സബ് തീമുകളായിട്ട് ഹാർമണി ഓഫ് നാച്ചർ, അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് നാച്ചർ, നമ്മൾ പ്രകൃതിയെ കേടുവരാതെ സൂക്ഷിക്കാം, പ്രകൃതിയോട് അനുനയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെയുള്ള രീതിയിലും നമുക്കിതിൻ്റെ തീമുകളെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങൾ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നതിൻ്റെ മേൽഭാഗത്തുള്ള ചിത്രം ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു. അതിലൊരു വ്യക്തി തൻ്റെ പ്രകൃതിയെ നോക്കിക്കാണുന്ന, മനോഹരമായ പ്രകൃതിയെ നോക്കിക്കാണുന്ന ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിൽ നമുക്ക് ഹൈക്യു എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ പോയമാണ്, ജാപ്പനീസ് ആയിട്ടുള്ള സിമ്പിൾ പോയമായിരിക്കും. 3 ലൈൻസ് മാത്രമുള്ള ഇതിനെയാണ് നമ്മൾ ഹൈക്യു എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഒരു നല്ല പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതൊക്കെ ഒബ്സർവ് ചെയ്യുക. മുതിർന്ന കുട്ടികളാണ്, നിങ്ങളിതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. പാഠഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ചില കാര്യങ്ങളാണ്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. QR കോഡുകളൊക്കെ തൊട്ട് താഴെയായിട്ട് കാണുന്നുണ്ട്, നിങ്ങളത് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ഒരു മനോഹരമായ പ്രകൃതിയിലേക്ക് ഇഴുകിച്ചേരുന്ന നല്ലൊരു മനോഹരമായ ചാപ്റ്ററാണ്. ദിസ് ഇസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ ഒരു ബ്രിട്ടീഷ് വംശജരാണെങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ വളർന്ന, അല്ലെങ്കിൽ ഇന്ത്യക്കാരനായിട്ടുള്ള എഴുത്തുകാരനായിട്ട് മാറിയതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്കുകൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അവാർഡ്സ് പറയുന്നുണ്ട്. നിർബന്ധമായിട്ടും അതൊന്ന് വായിക്കുക. അതൊരു പ്രൊഫൈലാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമം നടത്തുക. അത് ആദ്യ വർക്കായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, നമുക്ക് പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് തന്നെ പോവാം. ആദ്യം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്നതിൻ്റെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ആദ്യം കൊണ്ടുപോകുന്നത്. നാച്ചർ ഈസ് ഫോർ ആൾ ലിവിങ് ബീയിങ്സ്. പ്രകൃതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. മാൻ ഷുഡ് ലൈവ് ഇൻ ഹാർമണി വിത്ത് നാച്ചർ. മനുഷ്യർ പ്രകൃതിയുമായിട്ട് ഒരു താളത്തിനൊത്തു പോവുകയാണ് വേണ്ടത്. അനുരഞ്ജനത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ പോവേണ്ടത്. ബീയിങ് വൺ വിത്ത് നാച്ചർ ഈസ് ആൾവേസ് മെസ്മറൈസിങ്, അല്ലേ? നമ്മൾ പ്രകൃതിയുടെ ഭാഗമാവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിലൊരു മാസ്മരികത കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലെഷർ ടൈം വിത്ത് നാച്ചർ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒഴിവ് സമയത്തിൽ പ്രകൃതിയോടൊപ്പം ചേരാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് ഈ ഒരു താളം കേൾക്കാൻ സാധിക്കും. ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നാച്ചർ. അല്ലേ? ഒരു പ്രകൃതിയെ അടുത്തറിഞ്ഞ ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസിനെയാണ് നിങ്ങൾക്ക് പാഠഭാഗത്തിലൂടെ തരുന്നത്. ഈ പാഠഭാഗത്തിൽ വരുന്നത്
റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഓഥർ തൻ്റെ ഒരു അനുഭവത്തെ പങ്കുവെച്ചതാണ്, എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് ആയിട്ടാണ് നമ്മൾ ഈ പാഠഭാഗത്തെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ വരണം, അപ്പോഴാണ് അതിന് കൂടുതൽ വ്യക്തത ഉണ്ടാവുക. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. കഥ നടക്കുന്ന ഭാഗം ഓഥറുടെ മുത്തശ്ശൻ്റെ പ്രദേശമാണ്, ഇന്ത്യയിലുള്ള മുത്തശ്ശൻ്റെ പ്രദേശമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും മുത്തശ്ശന് നല്ല പങ്കുണ്ട്. ഏതൊഴികെ? അവിടുത്തെ ബാനിയൻ ട്രീ ഒഴികെ, ആൽമരം ഒഴികെ എല്ലാത്തിലും മുത്തശ്ശന് നല്ല പങ്കുണ്ട്. ഇതിന് പങ്കില്ലാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് ആ വലിയൊരു പഴക്കമുള്ള ആൽമരത്തിൽ കയറാനും ഇറങ്ങാനൊന്നും കഴിയാത്തത് കൊണ്ട്. 65 ആണ് അദ്ദേഹത്തിൻ്റെ ഏജ്, 65 വയസ്സായി, വൃദ്ധനായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വൃദ്ധനായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിലുള്ള കയറ്റം ഇറക്കം കഴിയാത്തത് കൊണ്ട് ആ ഒരു ഏരിയ മാത്രമാണ് മുത്തശ്ശന് എത്തിപ്പെടാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ ആ ഏരിയ ഓഥറായിട്ടുള്ള റസ്കിൻ ബോണ്ടിൻ്റെ ആ ബോയിയുടെ ഏരിയ ആയിട്ട് കാണുക. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. ഇവിടെ ഒരു തമാശ കൂടിയാണ് വരുന്നത്. മുത്തശ്ശി എപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു, പരിഹസിക്കാറുണ്ടായിരുന്നു മുത്തശ്ശനെ. എന്തിൻ്റെ പേരിൽ? നിങ്ങൾ കോണ്ടസ് ഓഫ് ഡെസ്മണ്ട് പോലെ ആവരുത് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇംഗ്ലീഷ് വുമൺ എന്നാണ് ടെക്സ്റ്റിൽ പറയുന്നത്. നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്കത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. അവർ 117 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയൊക്കെ ജീവിച്ചിട്ട്, അത്രയൊക്കെ ദീർഘായുസ് ദൈവം നൽകിയിട്ടും ഒരു ആപ്പിൾ മരത്തിൽ അവർ കയറാൻ ശ്രമിച്ചപ്പോൾ വീണിട്ടാണ് ആ ഒരു വൃദ്ധ മരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ മരിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ടീസ് എന്ന് പറയുന്ന പരിഹാസം വരുന്നത് എങ്ങനെ വെച്ചാൽ, ഈ വയസ്സാൻ കാലത്ത് നിങ്ങളൊന്നും ആൽമരത്തിലും മറ്റും കയറിയിട്ട് അതിൽ നിന്ന് വീണിട്ട് വെറുതെ പരിക്കും അപകടങ്ങളും മരണവും ഒന്നും സംഭവിക്കാൻ നിൽക്കേണ്ട എന്നുള്ളൊരു പരിഹാസമാണ് മുത്തശ്ശി എപ്പോഴും പറയാറുള്ളത്. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ വിച്ച് curved to the ground and took root again, forming a maze of arches, gave me endless pleasure. ഇതാണ് ആ ഒരു ആൽമരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറയുന്നത്. നല്ല പ്രായമുണ്ട് ആൽമരത്തിന്. അതിൻ്റെ കൊമ്പുകളൊക്കെ, ശിഖരങ്ങളൊക്കെ താഴ്ന്നു വന്നിട്ട് ഭൂമിയിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അതിലൂടെ അതിൻ്റെ വേരുകളൊക്കെ വന്നിട്ട് പിന്നീടും അവരു മെയ്സ് എന്ന് പറയുന്നുണ്ട്. മെയ്സ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷനായിട്ടുള്ള, അല്ലെ, കെട്ടുപിണഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് ഉള്ളത്. ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. കുട്ടികൾ എന്നുള്ള നിലക്ക് ഞങ്ങൾക്കത് വളരെ സന്തോഷം നൽകുന്നത്. അതിൻ്റെ ഇടയിലൂടെ ഓടിച്ചാടി കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. സോ എനിക്കത് ആ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. റസ്കിൻ ബോണ്ട് പറയുകയാണ്, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഓൾഡർ ദാൻ ദ ഗ്രാൻഡ് ഫാദർ, ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡഹ്റ, nestling in a valley at the foot of the Himalayas. ഇവിടെ പറയുന്നത് അതിൻ്റെ പഴക്കമാണ്. അവിടെയുള്ള ഞങ്ങളുടെ തറവാട് വീടിനേക്കാൾ പഴക്കമുള്ള മരമാണ്. എൻ്റെ മുത്തശ്ശനേക്കാൾ വയസ്സുള്ള മരമാണ്. ഞങ്ങളുടെ ഡഹ്റയിലുള്ള ആ ഒരു ടൗണിനേക്കാൾ തികച്ചും വയസ്സേറെയുള്ള, അത്രയും പഴക്കമുള്ള മരമാണ് അത്. ഞങ്ങളുടെ ഡഹ്റ എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ളൊരു പ്രദേശമാണ്. ആ ഒരു ഭാഗത്തുള്ളതിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു മരമായിട്ട് നമുക്ക് ബാനിയൻ ട്രീയെ കാണാം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ, arching his back and sniffing into the air. He seemed
at first to resent my invasion of his privacy. എനിക്ക് ആ മരത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിന്ന് ആദ്യം എനിക്കൊരു ചങ്ങാത്തം കിട്ടിയത്, ചങ്ങാതിയായത് അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഗ്രേ കളറുള്ള ഒരു അണ്ണാറക്കണ്ണനാണ്, സ്ക്വയറലാണ്. അവൻ്റെ വാൽ എപ്പോഴും അവൻ ആർച്ച് പോലെ വളച്ചു വെച്ചിട്ടുണ്ടാവും അവൻ്റെ പുറം ഭാഗത്തേക്ക്. അണ്ണാറക്കണ്ണനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ രൂപം അങ്ങനെ തന്നെയാണല്ലോ, ചെറുതും വലുതൊക്കെ ചെയ്യുന്നത്. അവരുടെ കരച്ചിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ മുതിർന്ന കുട്ടികളുമാണ്. മാത്രമല്ല അത് എപ്പോഴും വായുവിൽ നിന്നിങ്ങനെ മണത്ത് ഓരോന്ന് കണ്ടുപിടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എപ്പോഴും ഇങ്ങനെ മണത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അണ്ണാറക്കണ്ണൻ. ഹി സീം അറ്റ് ദ ഫസ്റ്റ് ടു റീസെൻറ്റ് മൈ ഇൻവാഷൻ ഓഫ് ഹിസ് പ്രൈവസി. ആദ്യമൊക്കെ അവൻ്റെ ഇടങ്ങളിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ, ഇവിടെ റീസൺ എന്ന് പറഞ്ഞ ഒരു വെറുപ്പായിരുന്നു അവനുണ്ടായിരുന്നത്. കാരണം ഇൻവേഷനായിരുന്നു. ഞാൻ അവൻ്റെ പ്രൈവസി ആയിട്ടുള്ള അവൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് ഞാൻ ഇരച്ചു കയറി ചൊല്ലുന്ന പോലെയുള്ള സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നുഴഞ്ഞു കയറി ചൊല്ലുന്ന പോലെയായിരുന്നു. അവൻ്റെ ഒരു ഇടത്തിലേക്ക്, അവൻ്റെ തട്ടകത്തിലേക്ക് ഞാൻ കയറി കളിക്കുന്ന പോലെയായിരുന്നു ആ ഒരു ബോയോട് അണ്ണാറക്കണ്ണനും ഉണ്ടായിരുന്ന സ്വഭാവം. പക്ഷേ when he found that I did not arm myself with a catboat or air gun, he became friendlier. അവൻ്റെ നിരീക്ഷണത്തിൽ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ചൊരു കവണയോ കാറ്റ്പോട്ട് അതുപോലെ തന്നെ എയർ ഗണ്ണോ എൻ്റെ കയ്യിലില്ല, തോക്കുമൊന്നുമില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം അവൻ എന്നെ ചങ്ങാത്തം കൂടിയത്. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലിവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, he grew bolder and finally became familiar enough to take food from my hands. അങ്ങനെ എനിക്ക് കിട്ടിയ ചാൻസുകളിലൊക്കെ ഞാൻ അവന് കേക്ക്, ബിസ്ക്കറ്റൊക്കെ കൊടുക്കാൻ തുടങ്ങി. താമസിയാതെ ഫൈനലി അവൻ എൻ്റെ കൈകളിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന രീതിയിലേക്ക് അവൻ ഫ്രണ്ട്ലിയായി മാറി. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്. അങ്ങനെ അവൻ്റെ ചങ്ങാത്തം അധികരിച്ച് അവൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് വരെ വസ്തുക്കൾ തപ്പിയെടുത്ത് കഴിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ അടുത്തു കഴിഞ്ഞു. ഹി വാസ് ഇണങ്ങിക്കഴിഞ്ഞു. ഹി വാസ് എ വെരി യങ് സ്ക്വയറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ്സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ബോയ് ചിന്തിക്കുകയാണ്, അവൻ്റെ കുടുംബത്തിലെയും അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള അണ്ണാറക്കണ്ണന്മാരൊക്കെ കരുതുന്നുണ്ടാവും, ഇവൻ എന്ത് ധൈര്യമാണ്, ഹെഡ് സ്ട്രോങ്, എന്ത് ധൈര്യമാണ് ഇവനുള്ളത്, അല്ലെങ്കിൽ ഇവൻ എന്ത് വിഡ്ഢിയാണ് ഈ മനുഷ്യനൊക്കെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിലും അവരുടെ പോക്കറ്റിലേക്കൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് എന്ത് വിഡ്ഢിയാണ് ഇവൻ, മനുഷ്യനെ വിശ്വസിക്കാൻ മാത്രമെന്ന് മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള അവൻ്റെ റിലേറ്റീവ്സ്, അണ്ണാറക്കണ്ണൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ കരുതുന്നുണ്ടാവുമെന്ന് ബോയ് വിചാരിക്കുകയാണ്. ഇൻ ദ സ്പ്രിങ് when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows. അല്ലേ, അങ്ങനെ വസന്തകാലമാണ്. ആ ഒരു സമയത്ത് അവിടെ ചെറിയ ചെറിയ ആൽമരത്തിൽ ചെറിയ ചെറിയ കായ്കനികൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ വിധത്തിലുള്ള പക്ഷികളും ആ ബ്രാഞ്ചുകളിലേക്ക് പറന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരുപാട് തരത്തിലുള്ള പക്ഷികളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ദയവായിട്ട് കുട്ടികളെല്ലാവരും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ പക്ഷികളുടെ ചിത്രങ്ങൾ ശേഖരിക്കാവുന്നതാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് തത്ത, കാക്ക എന്നിവയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, മറ്റു പക്ഷികളൊക്കെ അതുപോലെ തന്നെയാണ്. അങ്ങനെ ഈ പക്ഷികളൊക്കെ വന്നിട്ട് അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ആഘോഷ തിമിർപ്പിലാണ്. സ്കോബ്ലിങ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. സ്കോബ്ലിങ് അങ്ങനെ കലപില കൂട്ടുക. അങ്ങനെ പക്ഷികളൊന്നായിട്ട് വന്നിട്ട് ഒരു മരത്തിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കലപില, പല വിധത്തിലുള്ള പക്ഷികളുടെ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കലപില ശബ്ദം അവിടെ നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട്. എന്ത്, ഈ സ്പ്രിംഗ് ടൈമിൽ, ഈ ഒരു പ്രത്യേക കാലത്ത്. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോയിസ്റ്റിസ്റ്റ് പ്ലേസ് ഓഫ് ദ റോഡ്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പ്രത്യേക സീസൺ വരുമ്പോൾ ആ ഒരു ഏരിയ, റോഡും ആ ഏരിയയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാകുന്ന, ഒച്ചപ്പാടുകളുണ്ടാകുന്ന ഒരു ഏരിയ ആയിട്ട് ആൽമരം മാറാറുണ്ട്. ഈ ഫിഗ് സീസൺ ആകുമ്പോൾ, ഈ പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന സീസൺ ആകുമ്പോൾ
അതിൻ്റെ ആ മരത്തിൻ്റെ ഏരിയയുടെ അവസ്ഥ അതാണ്. നിങ്ങൾ പക്ഷികളെക്കുറിച്ചും അങ്ങനത്തെ ഒരു ഏരിയയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഹാഫ് വേ അപ്പ് ദ ട്രീ I had built a small platform on which I would often spend the afternoon when it wasn't too hot. അല്ലേ, വലിയ ചൂടൊന്നുമില്ലാത്ത സമയമൊക്കെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ മരത്തിൻ്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന രീതിയിൽ എനിക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ ആൽമരത്തിൻ്റെ മുകളിൽ ഞാൻ സജ്ജമാക്കാറുണ്ട്. എനിക്ക് കിടക്കാനൊക്കെ സൗകര്യമുള്ള, ഉച്ചയ്ക്ക് ശേഷമൊക്കെ എനിക്ക് ചിലപ്പോൾ ഈ വായനയിലൊക്കെ മടുപ്പ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വായന കിടന്ന് വായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കാറുണ്ട്. ഐ കുഡ് റീഡ് ദ പ്രോപ്പിംഗ് myself up against the bole of the tree with cushions taken from the drawing room. ഞാൻ അതിന് സൗകര്യപ്പെടുത്താൻ വേണ്ടി എൻ്റെ ഡ്രോയിങ് റൂമിൽ നിന്ന് കുറച്ച് കുഷ്യൻസ്, അതിപ്പോൾ ഇരിക്കാൻ സൗകര്യമുള്ള പിലോസൊക്കെ ആവാം, എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ട് ഞാൻ അവിടെ അതിനുള്ള സംവിധാനം ഒരുക്കുകയാണ് പതിവുണ്ടായത്. അതാണ് ഞാൻ ചെയ്തത്. ദ ട്രഷർ ഐലൻഡ്സ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. ബുക്സിൻ്റെ പേരാണ് എല്ലാം. നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു സംവിധാനമാണ്. ഇതൊക്കെ ബുക്സിൻ്റെ പേരാണ്. അവൻ അവിടെ ആ മരക്കൊമ്പിലിരുന്ന് വായിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ. ഇതെല്ലാം കൂടിയും വായിച്ചിട്ട് അവനൊരു മിക്സ് റീഡിങ് അവിടെ നടത്തും. എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും കൂടിയും വായിച്ചിട്ടുള്ള ഒരു മിക്സ് റീഡിങ് കപ്പാസിറ്റി അവനവിടെ ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ചെയ്യാറുണ്ട്. ആൽമരത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് വായനാശീലം ഉണ്ടാക്കി അവിടെ ഒരു എൻജോയ്മെൻറ്റ്, ഒരു പുറത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക കുളിര്, തൃപ്തി, അതിനെക്കുറിച്ച് കൂടി നമ്മളിവിടെ ചിന്തിക്കേണ്ടതുണ്ട്. when I didn't feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing. At the cook, ഓക്കെ, അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവന് വായന, നമ്മളൊക്കെ കുറേ നേരം വായിച്ചിരിക്കുമ്പോൾ ഒന്ന് എണീറ്റോ നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന പോലെ തന്നെ ഇവന് വല്ലാണ്ട് കുറേ സമയം വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അതൃപ്തിയിൽ, ഒരു മടുപ്പിൽ നിന്ന് അവൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് പുസ്തകമൊക്കെ മാറ്റി വെച്ചിട്ട് താഴെയുള്ള കാഴ്ചകൾക്ക് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ താഴെയുള്ള കാഴ്ചകൾ ശ്രദ്ധിച്ചപ്പോൾ കണ്ട ഒരു കാര്യമാണ് ഗ്രാൻഡ് മദർ സാധാരണ കാണാറുള്ള കാഴ്ചകളാണ്. ഗ്രാൻഡ് മദർ അവിടെ തുണിയൊക്കെ അലക്കിയിട്ട് ആറിടാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ നാട്ടിൽ ഓരോന്നാണ് പറയുക, തോരയിടാറുണ്ട്, അല്ലെങ്കിൽ ആറിടാറുണ്ട്, അതിനെ ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട്. At the cook quarreling with a fruit vendor or at grandfather grumbling at the hardly Indian marigolds which insisted on springing up all over his very English garden. ഇവിടെ സംഭവിക്കുന്ന അവിടുത്തെ കുക്കായിട്ടുള്ള ആളുകളൊക്കെ പഴവിൽപ്പനക്കാരനുമായിട്ട് വാക്തർക്കത്തിൽ ഏർപ്പെടുന്ന, വില പേശുന്നതൊക്കെ മേലെ നിന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അവനവിടെ ഇരിക്കുന്നത് ചിലപ്പോൾ ആരും കണ്ടോളണമെന്നില്ല, പക്ഷേ ഇവന് അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിങ് ഇങ്ങനെ പിറുപിറുത്തു കൊണ്ടിരിക്കാറുണ്ട്. എന്തിനെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരു ബ്രിട്ടീഷ് ഫാമിലിയാണെന്ന് മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ ബ്രിട്ടീഷ് ഫാമിലി ആയതുകൊണ്ട് ബ്രിട്ടീഷ് ഗാർഡനാണ് അവർ ഒരുക്കിയിട്ടുള്ളത്, ഇംഗ്ലീഷ് ഗാർഡനാണ് അവർ ഒരുക്കിയിട്ടുള്ളത് വീട്ടിൽ. ആ ഗാർഡൻ ഒരു പക്ഷേ ഇംഗ്ലീഷ് തരത്തിലുള്ള അവരുടെ നാട്ടിലുള്ള പ്രത്യേക തരത്തിലുള്ള ചെടികളും ഒക്കെ പ്ലാന്റ്സൊക്കെ ആയിരിക്കും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവുക. അതിനിടയിൽ ഇന്ത്യൻ മാരിഗോൾഡ് വളരുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ മുത്തശ്ശന് കഴിയാറില്ല. അപ്പോൾ അങ്ങനെ പിറുപിറുത്തു കൊണ്ടിരിക്കും. അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ, എന്താണ് ആ ചെടി വളരേണ്ട കാര്യം എന്നുള്ള രീതിയിലുള്ള പിറുപിറുക്കലാണ് നമ്മളിവിടെ ഊഹിക്കേണ്ടത്. ആ രീതിയിലാണ് സംഭവിക്കുന്നത്. മുത്തശ്ശനത് ഇഷ്ടമല്ല. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ, ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. സാധാരണ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. പക്ഷേ ഒരു ദിവസം ഒരു കാലത്തൊരു സമ്മറിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന, വളരെ ത്രില്ല് തരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ആ കാഴ്ചയെക്കുറിച്ചാണ് ഇനി ഓതർ പറയുന്നത്, ആ ബോയ് പറയുന്നത്. ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ
while I sat directly above them in the banyan tree. ആ കാഴ്ച ഇതായിരുന്നു. ഒരു കോബ്രയായിട്ടുള്ള ഒരു പാമ്പും അതുപോലെ തന്നെ ഒരു കീരിയും. പാമ്പും കീരിയും തന്നെ ഒരു ചൊല്ലാണല്ലോ, അവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ്. ഇവർ രണ്ടു പേരുമുള്ള ഒരു ഭയങ്കര ഫൈറ്റ്, ജീവൻ മരണ പോരാട്ടമാണ്. ഇവൻ മേലെ ഗാർഡനിൽ വെച്ച് നടക്കുന്ന പോരാട്ടമാണ്. ആൽമരത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് ഡയറക്റ്റ് വ്യൂ ആർക്ക് കിട്ടുന്നത്? നമ്മുടെ ഓതറായിട്ടുള്ള ആൾക്ക് കിട്ടുന്നത്. അവർ നോക്കിക്കാണുകയാണ്. ഈ ഒരു കാഴ്ചയെക്കുറിച്ചാണ് ഞാൻ അല്പം കാര്യങ്ങൾ പറയുന്നത്, ശ്രദ്ധിക്കാം. It was an April afternoon and the warm breezes of approaching summer had sent everyone, including grandfather, indoors. അല്ലേ, അങ്ങനെ ഒരു ഏപ്രിൽ ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു സമയമായിരുന്നു. പൊതുവെ ചൂടുള്ള കാറ്റാണ് പുറത്തുള്ളത്. അതുകൊണ്ട് എല്ലാവരും വീട്ടിനകത്ത്, പ്രത്യേകിച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദർ വരെ വീട്ടിനകത്ത് ഇരിക്കുന്നൊരു സമയമാണ്. ചൂട് സഹിക്കവേ പുറത്ത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് വീടിനകത്ത് പോയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഐ വാസ് ഫീലിംഗ് ഡ്രോസി മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. അല്ലേ, എനിക്കും തന്നെ ഒരു മയക്കമൊക്കെ, ഡ്രോസി ഒരു മയക്കും കാര്യങ്ങളൊക്കെ തോന്നിയപ്പോൾ, വായനയിലൊക്കെ മടുപ്പൊക്കെ തോന്നിയപ്പോൾ എനിക്കും തന്നെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കുളത്തിലൊക്കെ പോയിട്ട് കുളിക്കണമൊക്കെ എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നൊരു സമയം. ഞാനവിടെ പോയിട്ടൊന്ന് നീന്തട്ടെ എന്നൊക്കെ കരുതുന്നൊരു സമയമായിരുന്നു, നീന്തി കുളിക്കട്ടെ എന്നൊക്കെ കരുതുന്നു. വെൻ ഐ സോ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാറ്റസ് ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. അങ്ങനെ അതിന് വേണ്ടിയിട്ട്, ആ കുളിക്കാനും നീന്താനൊക്കെ വേണ്ടിയിട്ട് മനസ്സിൽ കരുതി ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ആ ഒരു കാഴ്ച അവൻ കണ്ടത്. എന്തായിരുന്നു കാഴ്ച? നല്ല കറുത്ത നിറത്തിലുള്ള തിളക്കമുള്ള തിളങ്ങുന്ന ശരീരമുള്ള ഒരു വലിയ കോബ്ര ആ കാറ്റസ് കള്ളിമുൾച്ചെടികൾക്കിടയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഒരു പക്ഷേ അവന് കൂളർ പാർട്ട്, നല്ല തണുപ്പുള്ളൊരു പ്രദേശം, പുല്ലൊക്കെ തേടിയിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങിയതാവാം എന്ന് കരുതാം. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് ഹും ഐ ഹാഡ് ഓഫൺ സീൻ. അതേ സമയത്ത് തന്നെ അവിടെ ഒരു കീരിയും പ്രത്യക്ഷപ്പെട്ടു. ഇവൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നതായിട്ട് കണ്ടു. ഹും ഐ ഹാഡ് ഓഫൺ സീൻ. ആ കീരിയെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മരത്തിലിരിക്കുമ്പോഴൊക്കെ അവിടെ കാണാറുണ്ട്, പക്ഷേ പാമ്പിനെ അങ്ങനെ കാണാറില്ലായിരുന്നു. കോബ്രയെ കണ്ടു, മംഗൂസിനെയും കണ്ടു. എമേർജ്ഡ് ഫ്രം ദ ബുഷസ് ആൻഡ് വെൻ സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര. ഈ കീരിയും പാമ്പും ഏകദേശം അടുത്ത് മുഖാമുഖം എത്തുന്ന രീതിയിലാണ് ഇപ്പോഴുള്ളത്. അവർ പരസ്പരം കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇൻ എ ക്ലീനിങ് ബിനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. ഭയങ്കര മനോഹരമായിട്ട് അതിനെ അവതരിപ്പിക്കുകയാണ്. ആ ഒരു മുഖാമുഖം കണ്ട കാര്യത്തെ അവതരിപ്പിക്കുകയാണ്. മരത്തിൻ്റെ മുകളിലിരുന്ന് താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ഓപ്പൺ പ്ലേസ്, ക്ലീനിങ് ചെയ്ത പോലെ ഒരു ഓപ്പൺ പ്ലേസ്, ഗ്രൗണ്ട് പോലെ കാണുന്നുണ്ട്, ചെറിയൊരു പ്രദേശം, ഒരു സ്ഥലം. അവിടെ തന്നെ ഇൻ ദ ബ്രൈറ്റ്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാഴ്ച കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷോ പോയിൻ്റ് അവിടെ കിട്ടി. അതെ, അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ്, മുഖാമുഖം കണ്ട്, കീരിയും പാമ്പും മുഖാമുഖം കണ്ടിട്ടുണ്ട്. ഇനി എന്തും സംഭവിക്കാം. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ് 3 feet long was a super fighter, clever and aggressive. അല്ലേ, ആ വലിയ പാമ്പിനറിയാമായിരുന്നു ആ വരുന്നത്, ആ ഗ്രേ കളറുള്ള കീരി എന്ന് പറയുന്നത് 3 അടി നീളമുള്ള നല്ല സൂപ്പർ ഫൈറ്ററാണ്. അല്ലേ, ബുദ്ധിമാനാണ്, അഗ്രസീവാണ്. അതൊക്കെ കോബ്രക്ക് അറിയാമായിരുന്നു. എന്നാലോ എതിരാളിയായിട്ടുള്ള കോബ്ര മോശമാണോ? അല്ല. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. അല്ലേ, വളരെ കഴിവുറ്റ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു ഫൈറ്റർ തന്നെയാണ് ആ കോബ്രയും ആ പാമ്പും. ഹീ കുഡ് മൂവ് ഷിഫ്റ്റി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അവന് വളരെ വേഗത്തിൽ ആക്രമിക്കാൻ കഴിയും. ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ വേഗതയേക്കാളേറെ വേഗത്തിൽ അവന് എതിരാളികളെ കൊത്തുന്നതിന് വേണ്ടിയിട്ട്, ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. അതാണ് കോബ്ര. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വേർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അല്ലേ, അവൻ്റെ താടിയുടെ ഭാഗത്തായിട്ടുള്ള സഞ്ചി പോലെ കാണുന്ന ഭാഗത്ത് അവന് ഡെഡ്ലി വെനം അഥവാ
നമുക്ക് മരണത്തിന് കാരണമായിട്ടുള്ള വിഷം ചീറ്റാൻ പറ്റുന്ന സംവിധാനം വരെ അവൻ്റെ ശരീരത്തിലുണ്ട്. അത്രയും ശക്തനാണ് കോബ്ര. ചുരുക്കി പറഞ്ഞാൽ എതിരാളികൾ രണ്ടാളും ശക്തരാണ്. അഥവാ നമ്മുടെ പോരാട്ടം തീപാറുക തന്നെ ചെയ്യും. ഗാലറിയിൽ അഥവാ ആൽമരത്തിൽ നമ്മുടെ ബോയ് കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അഥവാ ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇത് ചാമ്പ്യന്മാരുടെ യുദ്ധമാണ്. യുദ്ധത്തിൽ എന്തു സംഭവിക്കുമെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലാണ് പറയുന്നത്. പക്ഷെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ എങ്ങനെയാണ്, അഥവാ ഒരു ഓതർ തൻ്റെ കുട്ടിക്കാല അനുഭവത്തെ വളരെ നല്ല രീതിയിൽ റസ്കിൻ ബോണ്ട് വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഭാഗവും പരമാവധി നമ്മുടെ പാമ്പും കീരി മംഗൂസ് ആൻഡ് കോബ്ര തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല എക്സ്പീരിയൻസും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടും എന്ന് വരുത്തുന്ന ഒരു രീതിയിലുള്ള നല്ല പാഠഭാഗമാണ്, മനോഹരമായ പാഠഭാഗമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ എന്തായാലും റസ്കിൻ ബോണ്ടിൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കണം. അതുപോലെ തന്നെ പരമാവധി സൈഡ് ക്വസ്റ്റ്യൻസ്, പാഠഭാഗം എത്തിയത് വരെയുള്ള സൈഡ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. QR കോഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി അല്ലാതെ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ ഒരു ലെറ്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ലെറ്റർ എന്ന് പറയുമ്പോൾ സ്ക്വയറലിനെ കുറിച്ച് കണ്ട കാഴ്ചകൾ ഫ്രണ്ടിന് എഴുതുകയാണ് വേണ്ടത്. കാരണം സ്ക്വയറലിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ നമ്മൾ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സോ ആ ലെറ്റർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. ഫ്രണ്ടിനുള്ള ലെറ്ററാണ്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി കൂടി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. സോ അതുകൂടിയും ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് നന്മ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.